നല്ല ചൂട് ചോറിന്റെയും ചപ്പാത്തിയുടെയും അതേപോലെ തന്നെ പൊതിച്ചോറിന്റെയും ഒക്കെ സൈഡിലായിട്ടുണ്ടല്ലോ ഇതുപോലൊരു മുട്ട വറവലും കൂടി വെച്ചാൽ അടിപൊളി ടേസ്റ്റ് ആട്ടോ. മാത്രമല്ല റെഡിയാക്കി എടുക്കാനാണെന്നുണ്ടെങ്കിലും നല്ല എളുപ്പമാണ്. നമ്മൾ സാധാരണ മുട്ടയൊക്കെ ചിക്കി പൊരിക്കുന്നതിനേക്കാളും കുറച്ചും കൂടി നല്ല ടേസ്റ്റ് ആട്ടോ. ഇതുപോലൊരു കുഞ്ഞ മസാലയൊക്കെ റെഡിയാക്കി അതിൻ്റെ കൂടെ മുട്ട ചേർത്ത് കഴിക്കുന്നത്. മിസ് ചെയ്യാതെ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. കമൻസ് ഒക്കെ ആണെന്നുണ്ടെങ്കിലും മറക്കാതെ അറിയിക്കണേ. റെഡിയാക്കി എടുക്കാനായിട്ട് മെയിനായിട്ട് 3 മുട്ടയാട്ടോ എടുത്തിരിക്കുന്നത്. 3ഓ 4ഓ എത്ര മുട്ട വേണമെന്നുണ്ടെങ്കിലും നമുക്ക് എടുക്കാം. അതിനുശേഷം മുട്ട ഒരു ബൗളിലേക്ക് ഒന്ന് പൊട്ടിച്ച് നല്ലോണം തന്നെ ഒന്നുകൂടെ മിക്സ് ആക്കി കൂടി എടുക്കുന്നുണ്ട്. അങ്ങനെ എടുത്തിരിക്കുന്ന 3 മുട്ടയും ഇതുപോലെ നന്നായിട്ട് തന്നെ ഒന്നുകൂടെ മിക്സ് ആക്കി കൂടി എടുക്കാം കേട്ടോ. ഇനിയിപ്പോൾ നമുക്ക് മസാല ഒന്ന് റെഡിയാക്കി എടുക്കാം. അതിനായിട്ട് നോൺ സ്റ്റിക്കിൻ്റെ ഒരു പാനായിട്ട് എടുത്തിരിക്കുന്നത്. ഇതിനകത്തേക്ക് ചൂടായി കഴിഞ്ഞപ്പോൾ ഒരു 3 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. വെളിച്ചെണ്ണ തന്നെ ചേർക്കണം കേട്ടോ, ഇല്ലാന്നുണ്ടെങ്കിൽ വേറെ ഓയിലോ അങ്ങനെയൊന്നും ചേർക്കരുത്, വെളിച്ചെണ്ണ തന്നെ ചേർത്ത് കൊടുക്കുക. അത്യാവശ്യം വലിപ്പമുള്ള ഒരു സവാള ഇതുപോലെ തീരെ കനം കുറച്ച് നീളത്തിൽ അരിഞ്ഞതും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. സവാളയ്ക്ക് ഒരുപാട് കനമൊന്നും ആയി പോവാതിരിക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കണം കേട്ടോ. ഇതുപോലെ നല്ലോണം തന്നെ ഒന്നും കൂടി ചൂടായി പതുക്കെ ഒന്ന് വാടി വരുമ്പോൾ ഇതിനകത്തേക്ക് 1 ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും അതേപോലെ തന്നെ 1 തണ്ട് കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. നമ്മുടെ ഈ കറിവേപ്പിലയും അതേപോലെ തന്നെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റിൻ്റെ ഒക്കെ പച്ചമണം നല്ലോണം മാറി കളറൊക്കെ ഒന്ന് മാറി പതുക്കെ ഒന്നും കൂടെ വഴന്ന് വന്ന് തുടങ്ങിയിട്ടുണ്ട്. കണ്ടത് ഈ ഒരു പരുവത്തിലായി വന്നിട്ടുണ്ട്. ഇനിയാണ് ഇതിനകത്ത് ഈ പൊടികളൊക്കെ ചേർത്ത് കൊടുക്കുന്നത്. പൊടികളായിട്ട് 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും അതേപോലെ തന്നെ 1/2 ടീസ്പൂൺ മുളക് പൊടി ചേർക്കുന്നുണ്ട്. ഇതിപ്പോൾ കാശ്മീരിയും അതേപോലെ തന്നെ എരിവുള്ളതും കൂടി മിക്സ് ചെയ്തതാണ് കേട്ടോ. ഇനി 1/2 ടീസ്പൂൺ മല്ലിപ്പൊടിയും അതേപോലെ തന്നെ 1/2 ടീസ്പൂൺ ഗരം മസാലയും കുരുമുളക് പൊടിയും കൂടെ തന്നെ കുറച്ച് ചില്ലി ഫ്ലേക്സും കൂടി ചേർത്ത് കൊടുക്കുക കേട്ടോ. നമ്മൾ മുട്ട എത്രത്തോളം എടുക്കണോ അതിനനുസരിച്ച് വേണം പൊടികളൊക്കെ ചേർക്കാനായിട്ട്. കുറച്ചും കൂടി മുട്ട എടുക്കുന്നുണ്ടെങ്കിൽ പൊടികളൊക്കെ കുറച്ചും കൂടി ചേർത്ത് കൊടുക്കാം. അപ്പം അതൊക്കെ ഒന്ന് നോക്കി ബാലൻസ് ചെയ്ത് മാത്രം ചേർക്കുക കേട്ടോ. പൊടികളുടെയൊക്കെ ആണെന്നുണ്ടെങ്കിലും പച്ചമണം നന്നായിട്ട് മാറി വരുന്നവരെ ശരിക്കും ഒന്നും കൂടെ വഴറ്റി കൊടുക്കുക. ഈ സമയത്തൊക്കെയും ഗ്യാസിൻ്റെ ഫ്ലെയിം ലോ ഫ്ലെയിമിലാട്ടോ, ഇല്ലാന്നുണ്ടെങ്കിൽ പൊടികളായതുകൊണ്ട് പെട്ടെന്ന് നിങ്ങൾ കരിഞ്ഞു പോകും. ഇനി ഇതിലേക്ക് നന്നായിട്ട് പഴുത്ത ഒരു തക്കാളി ചെറുതായിട്ട് കട്ട് ചെയ്തും കൂടി ചേർത്ത് നമ്മുടെ മസാലയൊക്കെ ആയിട്ട് നന്നായിട്ട് തന്നെ ഒന്നും കൂടി മിക്സ് ആക്കി എടുക്കുന്നുണ്ട്. ശരിക്കും ഒന്നും കൂടി യോജിച്ച് വരാനായിട്ട് ഒരു 3 ടേബിൾ സ്പൂൺ വെള്ളവും അതേപോലെ തന്നെ നമ്മുടെ ഈ മസാലയ്ക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ഈ സമയം ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതെല്ലാം കൂടി നന്നായിട്ട് തന്നെ വെന്ത് ശരിക്കും ഒന്നും കൂടി ഉടഞ്ഞ് യോജിച്ച് വരണം. നമ്മുടെ തക്കാളി മസാലയൊക്കെ ആയിട്ട് നന്നായിട്ട് തന്നെ ഒന്നും കൂടി യോജിച്ച് വരുന്നവരെ നമുക്കതൊന്ന് വേവിച്ചെടുക്കാം. ഇതേപോലെ നന്നായിട്ട് തന്നെ ഒന്നും കൂടി മിക്സ് ആക്കി എടുക്കുന്നുണ്ട്. അങ്ങനെ നമ്മുടെ തക്കാളിയും മസാലയും എല്ലാമായിട്ട് നല്ലോണം തന്നെ ഒന്നും കൂടി യോജിച്ച് വന്നതുണ്ടോ. അപ്പോൾ ഇതാണ് മസാലയുടെ കറക്റ്റുള്ള പാകം എന്ന് പറയുന്നത്. ഈ സമയത്തൊക്കെയും ഗ്യാസിൻ്റെ ഫ്ലെയിം ലോ ഫ്ലെയിമിൽ മാത്രമാട്ടോ വെച്ചിരിക്കുന്നത്. ഈ സമയത്ത് ഇതിനകത്തേക്ക് നമ്മൾ റെഡിയാക്കി വെച്ചിരിക്കുന്ന മുട്ടയും കൂടി ചേർത്ത് കൊടുക്കാം. അതിനുശേഷം പതുക്കെ ഒന്നും കൂടി യോജിപ്പിച്ചെടുക്കുന്നു കേട്ടോ. ആദ്യമേ തന്നെ നല്ലോണം തന്നെ മിക്സ് ആക്കി കഴിഞ്ഞാൽ ശരിക്കും മുട്ടയൊക്കെ ആണെന്നുണ്ടെങ്കിലും ഒരുപാട് അങ്ങോട്ട് പൊടിഞ്ഞു പോകും. അപ്പോൾ ആദ്യമേ ഇതുപോലെ നന്നായിട്ടൊന്ന് യോജിച്ച് വന്നതിന് ശേഷം ശരിക്കും ഒന്ന് വെന്ത് തുടങ്ങുമ്പോഴാണ് നല്ലോണം തന്നെ ഒന്നും കൂടി മിക്സ് ആക്കി കൂടി എടുക്കുന്നത്. കണ്ടത് പാനിൽ നിന്നൊക്കെ പതുക്കെ ഒന്നുകൂടി വിട്ട് വരുന്ന ആ ഒരു പരുവുണ്ടല്ലോ, ആ സമയത്താണ് ഇതേപോലെ നല്ലോണം തന്നെ ഒന്നുകൂടി യോജിപ്പിച്ചെടുക്കുന്നത്. നമ്മുടെ ഈ മുട്ടയൊക്കെ ആണെന്നുണ്ടെങ്കിലും ഒരുപാട് അങ്ങോട്ട് പൊടിഞ്ഞു പോവാതെ ഒന്ന് ശ്രദ്ധിക്കണം കേട്ടോ. ഇതുപോലെ അത്യാവശ്യം നന്നായിട്ട് തന്നെ ഒന്നും കൂടി യോജിച്ച് ശരിക്കും ഒന്ന് വെന്ത് വന്നപ്പോൾ ഏറ്റവും ലാസ്റ്റ് ആയിട്ട് ഒരു ചെറിയൊരു പിടി മല്ലിയില ചെറുതായിട്ട് കട്ട് ചെയ്തും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം അതും കൂടി നന്നായിട്ട് തന്നെ ഒന്നും കൂടി യോജിപ്പിച്ച് മുട്ടയൊക്കെ നല്ലോണം വെന്ത് വന്നതിന് ശേഷം നമുക്ക് ഗ്യാസ് അങ്ങ് ഓഫ് ചെയ്യാവുന്നതേ ഉള്ളൂ. നമ്മൾ സാധാരണ മുട്ട വെറുതെ ചിക്കി പൊരിക്കുന്നതിനേക്കാളും നല്ല ടേസ്റ്റ് ആട്ടോ. ഇതുപോലെ മസാലയൊക്കെ ചേർത്ത് ഒന്ന് റെഡിയാക്കി എടുക്കുമ്പോൾ അപ്പോൾ എല്ലാവരും മിസ് ചെയ്യാതെ ട്രൈ ചെയ്ത് നോക്കി. നല്ല ചൂട് ചോറിൻ്റെയും ചപ്പാത്തിയുടെയും ഒക്കെ കൂടെ അടിപൊളിയായിട്ട് ഇരുന്ന് കഴിക്കുക. കമൻസ് ഒക്കെ ആണെന്നുണ്ടെങ്കിലും മറക്കാതെ അറിയിക്കണേ. ഇത് ഒരുപാട് അങ്ങോട്ട് തണുത്ത് പോയിട്ട് കഴിക്കരുത്. ചെറു ചൂടോടെ കഴിക്കുകയാണെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടി നല്ല ടേസ്റ്റ് ഉണ്ടാവും. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. വീഡിയോ റെസിപ്പിയൊക്കെ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് അടിച്ച് ഷെയറും കൂടി ചെയ്യാനും, ആദ്യമായിട്ട് നമ്മുടെ ചാനൽ ആരെങ്കിലും കാണുന്നവരുണ്ടെങ്കിൽ നമ്മുടെ ചാനലും കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനായിട്ട് മറക്കല്ലേ. എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു. നമുക്കിപ്പോൾ ഇതേപോലുള്ള പുതിയ പുതിയ അടിപൊളി വീഡിയോസ് റെസിപ്പീസ് ഒക്കെ ആയിട്ട് വീണ്ടും കാണാം. അതുവരെ എല്ലാവർക്കും ബൈ.